ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ് എ ക്വസ്റ്റ്യനിലൊരു ക്വസ്റ്റ്യനാണ്. ഇൻകം ഫ്രം സാലറി കാണാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ് എ ക്വസ്റ്റ്യനായ ഇൻകം ഫ്രം സാലറി കാണാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കുക, ശ്രീ പ്രമോദ് ബിഹാരി ഈസ് എംപ്ലോയിഡ് ഇൻ എ ഫേം അറ്റ് മുംബൈ. സ്ഥലം ഒന്ന് നോട്ട് ചെയ്യുക. ഹീസ് ഇൻ ദ ഗ്രേഡ് ഓഫ് ₹22,527,000. നമുക്ക് ഈ തന്നിട്ടുള്ളത് അത് ഒരു സാലറിയുടെ പേ ബാൻഡാണ്. അതായത് എല്ലാ വർഷവും എന്തു ചെയ്യും, ഇപ്പോൾ 22,000 നിന്നാണ് അവർ സാലറി സ്കെയിൽ തുടങ്ങുന്നത്. ഓരോ വർഷവും 500 രൂപ കൂടും. എന്നിട്ട് മാക്സിമം 27,000 ഇത് നിൽക്കും. അപ്പോൾ ഒരു പേ ബാൻഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. 22,000, 500, 27,000 എന്നുള്ളത്. ഓക്കെ, 500 ഇയർലി കൂടുന്നത്. നമുക്ക് 22,000 നിന്നാണ് സ്റ്റാർട്ടിങ്, 27,000 ലാസ്റ്റ്, അതായത് മാക്സിമം കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് വർഷമാണിത് തുടങ്ങുന്നതെന്ന് നോക്കാം. നമ്മുടെ വർഷം ആവുമ്പോഴേക്കും എത്രയാണ് ആ വർഷത്തെ സാലറി എന്ന് കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നോക്കാം. സിൻസ് 1 ജനുവരി 2019, 2019 ജനുവരി 1 22,000 സാലറി. അപ്പോൾ 2020 1 ജനുവരി ആകുമ്പോഴേക്കും എത്രയാവും? ഇത് 22,500 ഇനി 2021 ജനുവരി 1 ആകുമ്പോഴേക്കും ഇത് 23,000 2022 ജനുവരി 1 ആകുമ്പോഴേക്കും ഇത് 23,500 2023 ജനുവരി 1 ആകുമ്പോഴേക്കും ഇത് 24,000 ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവരുടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2023-24, ഇവരുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2022-23 കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2023 വരെയുള്ള സാലറിയാണ്, 22-23 ഇവരുടെ പ്രീവിയസ് ഇയർ. അപ്പോൾ 22-23 സാലറിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2022 സാലറി എന്ന് പറയുമ്പോൾ 23,500, 2023 24,000 വരും. അതായത് ഓരോ വർഷവും ജനുവരിയിൽ എന്ത് ചെയ്യുന്നു, ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്നു, 500 രൂപ കൂടുന്നു. അങ്ങനെ ഇത് പറയുന്നത് മാക്സിമം 27,000, അത് ഏത് വർഷമാണ് ആവുന്നത് അവിടെ അത് നിൽക്കും, സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് 27,000 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വർഷാവർഷം 500 കൂട്ടുന്ന ഒരു പേ ബാൻഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 2022-23 നമുക്ക് വേണ്ടത്. അത് എടുക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ പറഞ്ഞ ഒരു വർഷമാണ്, ജനുവരി 1 തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ആ ജനുവരി 1 മുതൽ ഡിസംബർ വരെ, അതായത് 2022 ജനുവരി 1 മുതൽ 2022 ഡിസംബർ 31 വരെ 23,500. നെക്സ്റ്റ് 2023 ജനുവരി 1 മുതൽ 24,000 ആവും. ഓക്കെ, അപ്പോൾ ആ പേ ബാൻഡ് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ആ സാലറിൻ്റെ എമൗണ്ട് ഓർത്തിരിക്കുക. ഇനി അതിൽ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച ശേഷം നമുക്ക് നോക്കാം. ഇനി ഹി ഗെറ്റ്സ് ₹5,000 per month and dearness allowance and ₹15,000 ആസ് മെഡിക്കൽ അലവൻസ്. DA അതേപോലെ മെഡിക്കൽ അലവൻസ് ആണ്, ഫുള്ളി ടാക്സബിൾ ആണ്. DA 5,000 × 12, മെഡിക്കൽ അലവൻസ് 15,000 മൊത്തം എമൗണ്ട് തന്നിരിക്കുന്നത്. ഇത് ടാക്സബിൾ ആണ്. ഹി ഹാസ് ബീൻ പ്രൊവൈഡഡ് വിത്ത് എ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ബൈ ദി എംപ്ലോയർ ഓൺഡ് ബൈ ഇറ്റ് ഓഫ് ദ എസ്റ്റിമേറ്റഡ് റെൻ്റൽ വാല്യൂ ഓഫ് ₹10,000 per month. അതായത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. RFA ആണ്, HRA അല്ല, RFA ആണ്. RFAയുടെ കേസിൽ നമുക്കറിയാം, എംപ്ലോയർ റെൻറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ എംപ്ലോയർ ഓൺ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ നോക്കുന്നത് പോപ്പുലേഷനാണ്. എംപ്ലോയർ റെൻറ്റ് കൊടുക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, ലീസിനെടുത്തതാണെന്ന് പറയുവാണെങ്കിൽ മാത്രം നമ്മൾ ആക്ച്വൽ റെൻ്റ് ഓർ 15% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ് ആണ് RFAയുടെ വാല്യൂ. ഇവിടെ റെൻ്റൽ വാല്യൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, റെൻറ്റ് കൊടുക്കുന്നതായിട്ട് പറയുന്നില്ല. അപ്പം നമ്മൾ ആ ഒരു കേസ് എടുക്കണ്ട. നമ്മൾ നോക്കേണ്ട ഏതാണ്? പോപ്പുലേഷൻ്റെ കേസാണ് നോക്കേണ്ടത്. നമുക്കറിയാം പോപ്പുലേഷൻ്റെ കേസ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് പോപ്പുലേഷൻ്റെ കേസ് വരുന്നത്? അതായത് 25 ലക്ഷത്തിന് മുകളിലാണ് പോപ്പുലേഷൻ എങ്കിൽ 15% ഓഫ് സാലറിയാണ് വരുന്നത്. 25 ലക്ഷത്തിന് മുകളിലാണ് പോപ്പുലേഷൻ എങ്കിൽ സാലറിയുടെ 15%.
ഇനി 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിലാണ് പോപ്പുലേഷനെങ്കിൽ 10%, 10 ലക്ഷത്തിന് താഴെയാണ് പോപ്പുലേഷനെങ്കിൽ സാലറിയുടെ 7.5% അല്ലെങ്കിൽ 7.5% RFAയുടെ വാല്യൂ വരുന്നത്. ഇതിൻ്റെ കൂടെ ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പോപ്പുലേഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് തന്നിട്ടുണ്ട് സ്ഥലം ഏതാണ്, മുംബൈ ആണ്. മുംബൈ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം എന്താണ്, പോപ്പുലേഷൻ എന്തായാലും 25 ലക്ഷത്തിന് മുകളിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 15% ഓഫ് സാലറി എടുക്കാം. 15% ഓഫ് സാലറി നമുക്ക് കണ്ടുപിടിക്കാം. ആഡ് 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. ആഡ് 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം സാലറിയുടെ എമൗണ്ട് കണ്ടുപിടിക്കണം. പിന്നെ ഡി എ വെറും ഡി എ നമുക്ക് എടുക്കാൻ പറ്റില്ല, ഫോമിംഗ് പാർട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഡി എ നമുക്കിതിൽ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ പറയുന്നത് ഓൾ ടാക്സബിൾ അലവൻസ് നമുക്ക് എടുക്കാം, കമ്മീഷൻ ഉണ്ടെങ്കിൽ എടുക്കാം, ബോണസ് ഉണ്ടെങ്കിൽ എടുക്കാം, മറ്റ് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് സാലറി ഫോർ ദി പർപ്പസ് ഓഫ് RFAയിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഫർണിച്ചർ ഉണ്ടല്ലേ, ഫർണിച്ചർ കോസ്റ്റിംഗ് റുപ്പീസ് 60,000 ആണ്. അപ്പോൾ 60,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 6,000 രൂപ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, ഹി ഹാസ് ബീൻ ഗിവൺ എ സ്മോൾ കാർ വിച്ച് ഈസ് യൂസ്ഡ് ബൈ ഹിം ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസസ് ഓൾസോ. പേഴ്സണൽ പർപ്പസസ് ഓൾസോ എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ പർപ്പസും ഉണ്ട്, പേഴ്സണൽ പർപ്പസും ഉണ്ട്, രണ്ടും ഉണ്ട്. ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പർപ്പസ് എന്നാണ് ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്മോൾ കാറാണ്. അപ്പോൾ നമുക്കറിയാം സ്മോൾ കാറാകുമ്പോൾ 1600 cc-നേക്കാൾ കുറവായ കാറാണ്, അല്ലെങ്കിൽ 1.6 ലിറ്ററിനേക്കാൾ കുറവായ കാറാണ് നമ്മൾ സ്മോൾ കാർ എന്ന് പൊതുവേ പറയുന്നത്. അത് പിന്നെ ഒരു കാര്യം അതിൽ ശ്രദ്ധിക്കേണ്ടത്, എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് ആരാണ്, ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കി, ദ ഡ്രൈവേഴ്സ് റെമ്യൂണറേഷൻ ആൻഡ് ഓൾ ദ എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ദ കാർ ആർ ബോൺ ബൈ ദി എംപ്ലോയർ. എംപ്ലോയറുടെ കാറാണ്, എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, എംപ്ലോയർ തന്നെയാണ് എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്യുന്നത്. ഡ്രൈവർ ഉണ്ട്. അങ്ങനെയെങ്കിൽ എംപ്ലോയറുടെ കാറ് എംപ്ലോയർ തന്നെയാണ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ സ്മോൾ കാറ് പേഴ്സണൽ പർപ്പസിനും ഒഫീഷ്യൽ പർപ്പസിനും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 1800 പെർ മന്താണ് നമ്മുടെ കാറിൻ്റെ അല്ലെങ്കിൽ പെർക്വിസിറ്റായിട്ട് വരിക. അതായത് 1800 പെർ മന്ത്, 1800 പെർ മന്ത്. ലാർജ് കാറാണെങ്കിൽ ഇത് 2400 ആവും. സ്മോൾ കാറായതുകൊണ്ട് 1800 പെർ മന്താണ്. പ്ലസ് എന്തുണ്ട്, 900 ഡ്രൈവറുടെ സാലറി ഉണ്ട്. ഇത് കാറെന്ന് തന്നിട്ടുണ്ടെങ്കിൽ സ്മോൾ കാറാണെങ്കിൽ ഇത് എന്താണ്, ഫിക്സ്ഡ് എമൗണ്ട് ആണ്. ഈ 1800 പ്ലസ് 900 ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവറുടെ 900 നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവറിൻ്റെ സാലറി എടുക്കണ്ട. ഓക്കെ, അപ്പോൾ 1800 പ്ലസ് 900 ഇൻറ്റു 12 ആണ് എന്ത് വരിക, പെർക്വിസിറ്റിൻ്റെ കാർ ആസ് എ പെർക്വിസിറ്റിൻ്റെ വാല്യൂ വരിക. 1800 പ്ലസ് 900 ഇൻറ്റു 12. ഇനി he has been provided with a facility of gardener, a watchman and a servant who are paid by the employer at rupees 200 per month, 1000 per month, 600 per month റെസ്പെക്റ്റീവ്ലി. ഓരോന്നിൻ്റെയും എന്താണ് വാല്യൂ തന്നിട്ടുണ്ട്. ഇത് ശരിക്കും പെർക്വിസിറ്റ്സ് ആണ്, ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ 200 ഇൻറ്റു 12, 1000 ഇൻറ്റു 12, 600 ഇൻറ്റു 12 ഒക്കെ നമ്മൾ ഈ ഒരു എന്താണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറിയിൽ കാണിക്കണം. ദെൻ പറയുന്നത്, ഹി കോൺട്രിബ്യൂട്ട്സ് 15% ഓഫ് ഹിസ് പേ ആൻഡ് ഡിയർനെസ് അലവൻസ് ടു ദ RPF, towards which the employer contributes rupees 6,000 per month. Interest amounting to rupees 19,800 has been credited on the balance of 2,20,000 standing to the credit of his provident fund account. നമുക്കറിയാം എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF നോ ടാക്സബിൾ ആണ്, നമുക്ക് എടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ നമ്മൾ എടുക്കണ്ട. ഹി കോൺട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രമോദ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എംപ്ലോയീസ് കോൺട്രിബ്യൂഷനാണ്, അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നീട് നമുക്കുള്ളത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനാണ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം, നമുക്കിവിടെ ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്, 6000 പെർ മന്താണ്. അപ്പോൾ 6000 പെർ മന്ത് എന്ന് പറയുമ്പോൾ 6000 ഇൻറ്റു 12 എത്ര കിട്ടും,
72,000 വരും എമൗണ്ട്. 6,000 ഇൻറ്റു 12 72,000. ഈ 72,000 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഈ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ നമ്മൾ ടാക്സബിൾ ആവുന്നത്? ഇൻ എക്സസ് ഓഫ് 12% ഈസ് ടാക്സബിൾ. അതായത് 12% ഈ കോൺട്രിബ്യൂഷൻ കൂടുമ്പോഴാണ് ആ കൂടിയ എമൗണ്ട് ടാക്സബിൾ ആവുന്നത്. 12% കൂടുതൽ ഈ കോൺട്രിബ്യൂഷൻ വരുന്ന സമയത്ത് ആ കൂടിയ കോൺട്രിബ്യൂഷനാണ് 12% കൂടിയ കോൺട്രിബ്യൂഷനാണ് ടാക്സബിൾ ആവുന്നത്. അപ്പോൾ ഇവിടെ 72,000 ആണ് ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സാലറിയുടെ 12% കാണണം. ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ. സാലറിയുടെ 12% കാണണം. ഈ RPFൻ്റെ 12 അല്ലെങ്കിൽ RPFൻ്റെ കേസിൽ സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഒന്ന് ബേസിക് സാലറി, DA ഫോമിംഗ് പാർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ സെയിൽസ് ടാർജറ്റാണ്. അപ്പോൾ ഇതൊന്നും ഇതിലില്ല. DA ഫോമിംഗ് പാർട്ടല്ല, വെറും DA ആണ്. ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ തന്നിട്ടില്ല. അപ്പോൾ ബേസിക് സാലറി മാത്രമാണ്. അപ്പോൾ ബേസിക് സാലറിയുടെ എമൗണ്ട് കണ്ടുപിടിച്ച ശേഷം എന്ത് ചെയ്യുക? അതിൻ്റെ 12% കാണാം. ആ 12% ഈ 72,000-നേക്കാൾ കുറവാണോ കൂടുതലാണോ നോക്കാം. ഓക്കെ, 72,000-നേക്കാൾ കുറവാണെങ്കിൽ, അതായത് എന്താണ് 12% ഓഫ് സാലറി എന്ന് പറയുന്നത് 72,000-നേക്കാൾ കുറവാണെങ്കിൽ ബാക്കി വരുന്നത്, അതായത് 72,000-ഉം ആ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ടാക്സബിളാണ്. ഇനി 12% ഓഫ് സാലറി എന്ന് പറയുന്നത് ഒരു 80,000 എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുന്നതാണ്. 12% ഓഫ് സാലറി 80,000 ആണെങ്കിൽ 80,000 വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ 72,000 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? എക്സംപ്റ്റഡ് തന്നെയായിരിക്കും. അപ്പോൾ നോക്കേണ്ടത് 12% സാലറി കാണാം. ആ സാലറി കണ്ട ശേഷം ഈ 12% സാലറി ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ കുറവാണോ കൂടുതലാണോ നോക്കാം. ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കുറവാണെങ്കിൽ നമ്മളൊന്നും ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ 12% സാലറിനേക്കാൾ കൂടുതലാണെങ്കിൽ ബാക്കി വരുന്ന ബാലൻസ് ടാക്സബിളാണ്. ഇത്രയും കാര്യം ഓർത്തിരിക്കാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ RPF, ഇതും ഇൻ എക്സസ് ഓഫ് 9.5% ആണ് ടാക്സബിൾ ആവുന്നത്. 9.5%-നേക്കാൾ കൂടുമ്പോഴാണ് ഇത് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 2,20,000 RPF ബാലൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ 9.5% നമ്മൾ കണ്ടുപിടിക്കുക. 9.5% കണ്ടുപിടിച്ച ശേഷം ഈ 19,800 ഈ എമൗണ്ട് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ എന്താണ് 9.5%-നേക്കാൾ കൂടുതലാണോ ഈ 19,800 അല്ലെങ്കിൽ കുറവാണോ 19,800 എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ ഈ 2,20,000-ൻ്റെ 9.5%, 2,20,000 ഇൻറ്റു 9.5 ഡിവൈഡ് ബൈ 100 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 20,900 ആണ്. അപ്പോൾ 20,900 വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ആകെ 19,800 ഉള്ളൂ. 19,800 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ്? 19,800 എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, 20,900 വരെയാണ് എന്താണ് ഈ RPF ബാലൻസിൻ്റെ 9.5%. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് 8.5 അല്ലെങ്കിൽ 9.5 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ, ബ്രാക്കറ്റിൽ തന്നു കഴിഞ്ഞാൽ അത് എക്സംപ്റ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് RPF ബാലൻസ് തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ 2,00,000 ഈ ബാലൻസിൻ്റെ മുകളിൽ 9.5% കാണാം. എന്നിട്ട് എത്രയാണോ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തമ്മിൽ കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2,20,000-ൻ്റെ 9.5% എന്ന് പറയുന്നത് 20,900 ആണ്. അപ്പോൾ ആകെ 19,800 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. 20,900 വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ പിന്നെ 19,800 എക്സംപ്റ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, എക്സംപ്റ്റഡ് എന്ന് അല്ലെങ്കിൽ നിൽ എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാം. ഇനി ലാസ്റ്റ് ഒരു ലൈൻ കൂടി ഇതിൽ പറയുന്നുണ്ട്. അസ്യൂമിങ് ദാറ്റ് ദ സാലറി ബിക്കംസ് ഡ്യൂ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദി നെക്സ്റ്റ് മന്ത്. കമ്പ്യൂട്ട് ഹിസ് സാലറി ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 23-24 ആണ് ഇവരുടെ അസസ്മെൻറ്റ് ഇയർ. ഇവിടെ പറഞ്ഞ സാലറി ഡ്യൂ ആവുന്നത് അടുത്ത മാസത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അതായത് അടുത്ത മാസം ആദ്യമാണ് സാലറി കിട്ടുന്നത് അല്ലെങ്കിൽ ഡ്യൂ ആവുന്നത് എന്നാണ്. അപ്പോൾ ഓരോ മാസത്തെയും സാലറി നെക്സ്റ്റ് മന്ത് ഫസ്റ്റാണ് ഡ്യൂ ആവുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ 2022-23 വർഷത്തെ സാലറിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2022 ഏപ്രിൽ മുതലാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ്. പക്ഷേ 2022 മാർച്ചിലെ സാലറി നമുക്ക് ഏപ്രിൽ 1-നാണ് കിട്ടുക. മാർച്ചിൽ, അതായത് 2022 മാർച്ചിലെ സാലറി നമുക്ക് 2022 ഏപ്രിൽ 1-നാണ് കിട്ടുക. അത് അപ്പോൾ
21-22 വർഷത്തെയാണ് ശരിക്കും ആ മാർച്ച് മാസത്തെ സാലറി എന്ന് പറയുന്നത്. പക്ഷെ അത് അടുത്ത വർഷം 2022-23 കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് 2022-23 വർഷമാണ് 2022 മാർച്ചിലെ സാലറി വരിക. അപ്പോൾ ഒന്നാമത്തത് 2022 മാർച്ചിലെ സാലറി ഏപ്രിൽ 1 കിട്ടുന്നത്. അപ്പോൾ ആ ഏപ്രിൽ മാസമാണ് അത് ടാക്സബിൾ ആവുന്നത്. അപ്പോൾ മാർച്ചിലെ സാലറി ഏപ്രിൽ കിട്ടി, ഏപ്രിലത് മെയ്യിൽ കിട്ടി, മെയ്യുടേത് ജൂൺ, ജൂണിൻ്റെ ജൂലൈ, ജൂലൈയുടേത് ആഗസ്റ്റ്, ആഗസ്റ്റിലെ സെപ്റ്റംബർ, സെപ്റ്റംബറുടെ ഒക്ടോബർ, ഒക്ടോബറിലത് നവംബർ, നവംബറിലത് ഡിസംബർ, ഡിസംബറിലത് ജനുവരി. അങ്ങനെ എത്ര 10 മാസം. അങ്ങനെ എത്ര 2022 വർഷത്തത് 23,500 അപ്പോൾ 10 മാസം 23,500 കിട്ടുന്നത്. ഇനി 2023 വർഷം എടുത്തു കഴിഞ്ഞാൽ 2023 ജനുവരി 1 23,500 ഇൻക്രിമെൻറ്റോട് കൂടിയിട്ട് 24,000 ആവും. അപ്പോൾ ജനുവരിയിലെ സാലറി ഫെബ്രുവരിയിലാണ് കിട്ടുക. അപ്പോൾ ടാക്സബിൾ ആണ്. ജനുവരിയിലെ സാലറി 24,000 ഫെബ്രുവരി കിട്ടി, ഫെബ്രുവരിയിലത് മാർച്ചിൽ കിട്ടി. മാർച്ചിലെ സാലറി 2023 മാർച്ചിലെ സാലറി 2023 ഏപ്രിലേ കിട്ടും. അപ്പോൾ അത് നെക്സ്റ്റ്, അതായത് ഇപ്പോഴത്തെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ നമ്മുടെ ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ അവരുടെ പ്രീവിയസ് ഇയറിലാണത് വരിക. ഓക്കെ, അപ്പോൾ 2023 വർഷം നോക്കുകയാണെങ്കിൽ ജനുവരിയുടേത് ഫെബ്രുവരി കിട്ടും, ഫെബ്രുവരിയുടേത് മാർച്ചിൽ കിട്ടും, മാർച്ചിൻ്റെത് ഏപ്രിൽ 1. അപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറായി. അപ്പോൾ അത് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ 2 മാസം നമുക്ക് 24,000 കിട്ടും. അപ്പോൾ 23,500 10 മാസവും 24,000 2 മാസവും. അങ്ങനെ 12 മാസത്തെ സാലറി നമുക്ക് കണ്ടുപിടിക്കാം. 23,500 × 10 പ്ലസ് 24,000 × 2. അപ്പോൾ ഇതാണ് ഈ ബേസിക് സാലറിയുടെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ RFയും RPF ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഇനി വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഹെഡിങ് കൊടുത്ത് എഴുതിയിട്ടുണ്ട്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം HP ഫോർ ദി പ്രീവിയസ് ഇയർ 22-23. കോളമൊക്കെ വരച്ചിട്ടുണ്ട്, ഒരു ഇന്നർ കോളും ഒരു ഔട്ടർ കോളും വരച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിൽ ചെയ്യുവാണ്. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ബേസിക് സാലറിയാണ്. ബേസിക് സാലറി ഓൾറെഡി നമ്മൾ പറഞ്ഞു. ബേസിക് സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് 2022 മാർച്ചിലെ സാലറി 2022 ഏപ്രിലാണ് കിട്ടുന്നത്. ഓക്കെ, 2022 മാർച്ചിലത് ഏപ്രിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് റഫായിട്ട് ചെയ്യാം. ഏപ്രിലാണ്, അപ്പോൾ മാർച്ചിൻ്റെത് ഏപ്രിലാണ് കിട്ടിയത്, ഏപ്രിലിൻ്റെത് മെയ്യുടെ സാലറി ജൂൺ, ജൂണിൻ്റെത് ജൂലൈ, ജൂലൈയുടേത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, സെപ്റ്റംബറിൻ്റെത് ഒക്ടോബർ, ഒക്ടോബറിൻ്റെത് നവംബറിൻ്റെത് ഡിസംബർ, ജനുവരി. ഓക്കെ, അപ്പോൾ എത്ര മന്ത് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 മാസം നമുക്ക് കിട്ടുന്നത് 23,500. 23,500 ഓൾറെഡി ഞാൻ പറഞ്ഞു 22,000 തുടങ്ങുന്നത്. 22,000 എന്ന് വെച്ചാൽ 2019. 2020 അത് 22,500 ആവും, 2021 അത് 23,000 ആവും, 2022 23,500 ആവും, 2023 24,000 ആവും. ഓക്കെ, അപ്പോൾ ഈ 10 മാസത്തെ 23,500. ഇനി ജനുവരിയുടേത് ഫെബ്രുവരി കിട്ടും, ഫെബ്രുവരിയുടേത് മാർച്ച് കിട്ടും. മാർച്ചിൻ്റെത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലോട്ടാണ് പോവുക. അപ്പോൾ ഈ 2 മന്ത് എന്ന് വെച്ചാൽ 2023 വർഷമാണ്. 2023 വർഷം നമുക്ക് കിട്ടുന്നത് 24,000. അപ്പോൾ ഈ 2 മാസത്തേക്ക് 24,000 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ ബേസിക് സാലറി എന്ന് പറയുമ്പോൾ 23,500 × 10 പ്ലസ് 24,000 × 2. ഓക്കെ, ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2,35,000 പ്ലസ് 48,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 2,83,000. 2,83,000. ഓക്കെ, അപ്പോൾ ബേസിക് സാലറി നമുക്ക് 2,83,000 കിട്ടി. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് DA ആണ്. DA 5,000 പെർ മന്ത് ആണ്.
5000 ഇൻറ്റു 12. 5000 ഇൻറ്റു 12 നമുക്ക് കിട്ടുക 60,000 ആണ്. 60,000. ഓക്കെ. ഇനി മൂന്നാമത്തെ ഐറ്റമാണ് മെഡിക്കൽ അലവൻസ്. മെഡിക്കൽ അലവൻസ് ക്വസ്റ്റ്യനിൽ 15,000 ആണ് തന്നത്. മെഡിക്കൽ അലവൻസ് 15,000. ഇനി നെക്സ്റ്റ് RFA ആണ്. RFAയുടെ കേസിൽ നമ്മൾ പറഞ്ഞത് 15% ഓഫ് സാലറി ആണ്. സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ RFAയുടെ കേസിൽ ഈ ഒരു ക്വസ്റ്റ്യന് ബേസിക് സാലറി വരും, DA വരില്ല. പിന്നെ വരുന്നത് ടാക്സബിൾ അലവൻസ് ഒക്കെ വരും. മെഡിക്കൽ അലവൻസ് ഒരു ടാക്സബിൾ അലവൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഐറ്റം ആണ് വരിക. അപ്പോൾ 2,83,000 പ്ലസ് മെഡിക്കൽ അലവൻസ് 15,000 ഇൻറ്റു 15%. 15% ഓഫ് സാലറി ആണ്. ഇതിൻ്റെ 15% എന്ന് പറയുമ്പോൾ 2,83,000 പ്ലസ് 15,000 ചെയ്താൽ 2,98,000 ആണ്. ഇതിൻ്റെ 15% എത്ര വരും? 44,700. ഇന്നർ കോളത്ത് കാണിക്കുക. ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്യുക. 60,000 ആണ് ഫർണിച്ചറിൻ്റെ വാല്യൂ. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 6,000 രൂപ ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 50,700 ആണ്. അപ്പോൾ RFA നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കാറിൻ്റെ കേസാണ്. കാറിൻ്റെ കേസൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞ സ്മോൾ കാറാണ്. അപ്പോൾ സ്മോൾ കാറാണെങ്കിൽ എല്ലാ എക്സ്പെൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എംപ്ലോയർ ആണെങ്കിൽ 1,500 പെർ മന്താണ്. പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യും. അപ്പോൾ 1,500 പ്ലസ് 900 ഇൻറ്റു 12 ആണ്. ഇത് നമുക്ക് കിട്ടുക 32,400 ആണ് കാറിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. ഇനി പിന്നെ പറയുന്നത് ഗാർഡനർ, വാച്ച്മാൻ, അതേപോലെ സെർവൻറ്റ്, ഈ 3 കാര്യമാണ്. ഗാർഡനറിൻ്റെ എമൗണ്ട് വരുന്നത് 200 ഇൻറ്റു 12. വാച്ച്മാൻ 1000 ഇൻറ്റു 12, 1000 ആണ് പെർ മന്ത്. സെർവൻറ്റ് 600 ഇൻറ്റു 12, ഒരു വർഷത്തേക്കാണ്. ഫുള്ളി ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് ഔട്ടർ കോളത്തിന് 2,400, 12,000. പിന്നെ സെർവൻറ്റിൻ്റെ വരുന്നത് 7,200. ഇനി നമ്മുടെ കോൺട്രിബ്യൂഷൻ ടു RPF ആണ്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഓൺ കോൺട്രിബ്യൂഷൻ നില്ലാണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ് അടുത്തത്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ നമുക്കറിയാം ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറിയാണ് ടാക്സബിൾ. അപ്പോൾ സാലറിയുടെ 12% കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ സാലറിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു, RPFൻ്റെ കേസിൽ ഒന്ന് ബേസിക് സാലറി, DA ഫോമിംഗ് പാർട്ട്, പിന്നെ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ. ഇവിടെ DA ഫോമിംഗ് പാർട്ടല്ല, ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ സെയിൽസ് ടാർഗറ്റ് തന്നിട്ടില്ല. അപ്പോൾ ബേസിക് സാലറി മാത്രമാണ്. 2,83,000ൻ്റെ 12% കാണേണ്ടത്. ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 33,960 ആണ്. ശരിക്ക് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ 6,000 ഇൻറ്റു 12, അതായത് 6,000 പെർ മന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 72,000 ആണ് ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ 33,960 എക്സംപ്റ്റ് ആണ്. അതായത് 72,000 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സാലറിയുടെ 12% എന്ന് പറയുമ്പോൾ 33,960 ആണ്. ഇത്ര വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ 72,000 നിന്ന് ഈ 33,960 കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആണ്. അപ്പോൾ 72,000 നിന്ന് 33,960 കുറക്കുക. 33,960 വരെ എക്സംപ്റ്റഡ് ആണ്. ഇപ്പോൾ 72,000 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 72,000 നിന്ന് 33,960 കുറക്കുക. അപ്പോൾ ബാക്കി ബാലൻസ് ടാക്സബിൾ ആണ്. 38,040 ആണ് ബാക്കി എമൗണ്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ടും ഇൻട്രസ്റ്റ് ഓൺ RPF ആണ്. ഇത് നമ്മൾ പറഞ്ഞു RPFൻ്റെ ബാലൻസിൻ്റെ മുകളിലാണ്. 2,20,000 ആണ് ബാലൻസ്. ഇതിൻ്റെ മുകളിൽ 9.5% കാണാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 20,900 ആണ്. ആക്ച്വലി ശരിക്ക് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 19,800 ആണ് ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 20,900 വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ 19,800 എന്ന് പറയുമ്പോൾ എക്സംപ്റ്റഡ് തന്നെയാണ്, നില്ലായിട്ടാണ് കാണിക്കുന്നത്.
എന്ത് ചെയ്യുക, കഴിഞ്ഞില്ല, ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 5,740,000. 5,740,000. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് കുറക്കുക, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ, ഇത് ഗ്രോസ് സാലറിയാണ് കിട്ടിയത്. ഗ്രോസ് സാലറിയാണ് 5,740,000 എന്ന് പറയുന്നത്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറക്കുക. മറ്റൊരു ഡിഡക്ഷനും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, അതുകൊണ്ടാണ്. പ്രൊഫഷണൽ ടാക്സ് ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് കുറക്കുക. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ടെങ്കിൽ അതിനും ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രം സെക്ഷൻ 16 പ്രകാരം കുറക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് 4,50,740 ആണ്. 4,50,740. അതാണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് 4,50,740 ആണ്. ഇങ്ങനെയാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. എപ്പോഴും ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വായിച്ചു നോക്കുകയാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. പിന്നീട് ഓരോ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.